വളരെ നിഗൂഢമായിട്ട് ലക്ഷ്യത്തോടുകൂടി ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെ പ്രതി ചേർത്തുകൊണ്ട് വനം വകുപ്പ് നടത്തുന്ന ഈ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആലുവ മൂന്നാർ രാജപാതയിലൂടെ അദ്ദേഹം സമാധാനപരമായിട്ട് നടന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് വനം വകുപ്പ് തയ്യാറായത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ നാളുകളിലെല്ലാം കേരളത്തിലെ ജനതയെ ദ്രോഹിക്കുന്ന വിവിധ കർമ്മപരിപാടികളുമായിട്ട് വനം വകുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം എത്രയോ ഉണ്ടായിരിക്കുന്നു. ഈ വന നിയമങ്ങൾ പുതുക്കി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കിരാതമായ നടപടികളിലൂടെ വനം വകുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ സമാധാനപരമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമം അംഗീകരിക്കാൻ സാധിക്കത്തില്ല. കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കേസുമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സർക്കാരോ വനം വകുപ്പോ ഇനി ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം മുന്നറിയിപ്പ് നൽകുകയാണ്. അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മൂന്നാർ ആലുവ ദേശീയ രാജപാത അത് പൊതുജനങ്ങൾക്കായിട്ട് സഞ്ചാരത്തിനായിട്ട് തുറന്നു കൊടുക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്.